പതിറ്റാണ്ടുകളായി ഒറ്റക്കുട്ടി നയം പിന്തുടർന്നിരുന്ന ചൈന ജനനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി പുതിയ മാർഗങ്ങൾ തേടുന്നു. കോണ്ടങ്ങൾക്കും ഗർഭനിരോധന മാർഗങ്ങൾക്കും നികുതി ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ചാണ് ചൈനീസ് ഭരണകൂടം ആലോചിക്കുന്നത്. പതിറ്റാണ്ടുകളായി ഒറ്റക്കുട്ടി നയത്തിൽ നിലനിന്നിരുന്ന ചൈന കൂടുതൽ കുട്ടികളുടെ ജനനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി പുതിയ നീക്കത്തിൽ 3 പതിറ്റാണ്ടിന് ശേഷം ആദ്യമായി ഗർഭനിരോധന മരുന്നുകൾക്കും ഉൽപ്പന്നങ്ങൾക്കും മൂല്യവർദ്ധിത നികുതി ഏർപ്പെടുത്തിയതിനെക്കുറിച്ചാണ് ചൈന ആലോചിക്കുന്നത്. ചൈനയിൽ മിക്ക ഉൽപ്പന്നങ്ങൾക്കും ചുമത്തുന്ന 13% മൂല്യവർദ്ധിത നികുതി കോണ്ടം ഉൾപ്പെടെയുള്ള ഗർഭനിരോധന മാർഗങ്ങൾക്ക് ബാധകമാകുമെന്ന് സൂചന. സർക്കാർ നിയന്ത്രണത്തിലുള്ള മാധ്യമങ്ങൾ ഈ നീക്കത്തെക്കുറിച്ച് വലിയ വാർത്ത നൽകിയിട്ടില്ലെങ്കിലും ചൈനീസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഇത് സംബന്ധിച്ച ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. വില കൂട്ടി കോണ്ടം വാങ്ങുന്നതിനേക്കാൾ ചെലവേറിയതാണ് കുട്ടികളെ വളർത്തുന്നതെന്ന വാദവുമായി പലരും ഈ നീക്കത്തെ പരിഹസിച്ചു. അതേസമയം ജനന നിയന്ത്രണത്തിനുള്ള ഉയർന്ന വിലകൾ കൂടുതൽ ആസൂത്രിതമല്ലാത്ത ഗർഭധാരണങ്ങൾക്കും ലൈംഗികമായി പകരുന്ന രോഗങ്ങൾ വർദ്ധിക്കുന്നതിനും കാരണമാകുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പതിറ്റാണ്ടുകളായി ഭരണകക്ഷിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1980 മുതൽ 2015 വരെ കർശനമായി ഒറ്റക്കുട്ടി നയം നടപ്പിലാക്കി. കനത്ത പിഴ ശിക്ഷകൾ, ചിലപ്പോൾ നിർബന്ധിത ഗർഭചിത്രം പോലും ഇവിടെ നടപ്പിലാക്കിയിരുന്നു. ചില സാഹചര്യങ്ങളിൽ അനുവദനീയമായ പരിധിക്കപ്പുറം ജനിക്കുന്ന കുട്ടികൾക്ക് തിരിച്ചറിയൽ നമ്പറുകൾ അടക്കം നൽകിയിരുന്നില്ല. അതായത് അവരെ ചൈനീസ് പൗരന്മാരായി ഔദ്യോഗികമായി അംഗീകരിച്ചിരുന്നില്ല. 2015 സർക്കാർ ഒരു കുടുംബത്തിന് അനുവദനീയമായ കുട്ടികളുടെ എണ്ണം 2 വർദ്ധിപ്പിച്ചു. ചൈനയുടെ ജനസംഖ്യ അതിന്റെ ഉച്ചസ്ഥായിയിലെത്തുകയും പിന്നീട് കുറയാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ 2021 3 കുട്ടികൾക്ക് അനുവാദം നൽകിക്കൊണ്ട് നയം കൂടുതൽ ഇളവ് ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.